തമിഴ്നാട് കായിക മന്ത്രിയും മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം DMK ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചന. ഉദയനിധിയുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. US സന്ദർശനം ആരംഭിക്കുന്നതിന് മുൻപ് ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്നാണ് സ്റ്റാലിൻ സൂചന നൽകിയിരിക്കുന്നത്. ഈ വർഷം ഓഗസ്റ്റിൽ തമിഴ്നാട് മന്ത്രി രാജകണ്ണപ്പനും ഉദയനിധി സ്റ്റാലിനെ സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞിരുന്നു. നിലവിൽ കായിക യുവജന ക്ഷേമ മന്ത്രി എന്നതിനു പുറമെ പ്രത്യേക പരിപാടി നടപ്പാക്കുന്നതിന്റെ പ്രധാന വകുപ്പും ഉദയനിധിയാണ് കൈകാര്യം ചെയ്യുന്നത്. ചെന്നൈ മെട്രോ റെയിൽ ഫേസ് 2 പോലുള്ള പ്രധാന പദ്ധതികളുടെ നടത്തിപ്പ് അദ്ദേഹം പരിശോധിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണ്. അടുത്തിടെ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം അതായത് DMK തൂത്തുവാരിയത് ഉദയനിധിയും അദ്ദേഹത്തിന്റെ പ്രചരണവുമാണ്. ഉദയനിധിയുടെ ഉയർച്ച 2026 തമിഴ്നാട് തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വിജയിപ്പിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കുന്നത് വലിയ വിവാദമുണ്ടാക്കില്ലെന്നാണ് സ്റ്റാലിൻ കരുതുന്നത്. കരുണാനിധി കുടുംബത്തിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഉദയനിധിയെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ അനുവാദം ലഭിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അണ്ണാ DMK ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഉലയുകയാണ്. നിയമസഭയിലെ പ്രതിപക്ഷ പാർട്ടിയാണെങ്കിലും ഗതാഗത ശക്തിയുടെ നിഴൽ മാത്രമാണ് പാർട്ടി. സംസ്ഥാനത്ത് സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ച BJPയുടെ പ്രസിഡന്റ് അണ്ണാമലൈ ഫെല്ലോഷിപ്പ് ആവശ്യങ്ങൾക്കായി UK-യിലാണ്. ഈ സാഹചര്യത്തിൽ കാര്യമായ പ്രതിഷേധങ്ങളും വിവാദങ്ങളും ഇല്ലാതെ തന്നെ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കാമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഉദയനിധിക്ക് നിർണായക പദവി നൽകുന്നതോടെ DMK-യെ ഭാവിയിൽ ആര് നയിക്കുമെന്ന വ്യക്തമായ സന്ദേശം കൂടിയാണ് സ്റ്റാലിൻ നൽകുന്നത്. നടൻ വിജയ് സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതുകൂടി കണക്കുകൂട്ടിയാണ് സ്റ്റാലിന്റെ നീക്കമെന്നും വ്യക്തമാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യമെന്ന് വിജയ് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. നടൻ കൂടിയായ ഉദയനിധി സ്റ്റാലിനും ഉപമുഖ്യമന്ത്രിയാകുന്നതോടെ സിനിമ പൂർണ്ണമായും ഉപേക്ഷിക്കും. അങ്ങനെയെങ്കിൽ 2 സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ പോരാട്ടത്തിനും കൂടിയായിരിക്കും തമിഴ്നാട് വരും നാളുകളിൽ സാക്ഷ്യം വഹിക്കുക. നിലവിൽ സംസ്ഥാനത്തെ ഏറ്റവും സ്വാധീനമുള്ള പാർട്ടിയാണ് DMK. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 39 സീറ്റിലും DMK സഖ്യമാണ് വിജയിച്ചത്. 22 സീറ്റിൽ മത്സരിച്ച DMK 22 സീറ്റിലും വിജയിച്ചു. BJPയും അണ്ണാ DMK-യുമെല്ലാം നിഷ്പ്രഭമായി. ഈ വിജയത്തിന്റെ പൊലിമയിൽ തന്നെ പാർട്ടിയിലെ തലമുറ മാറ്റമാണ് സ്റ്റാലിൻ ലക്ഷ്യമിടുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാരിനെതിരെ കാര്യമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രതിഷേധം നടത്താൻ BJPക്കും അണ്ണാ DMK-ക്കും സാധിക്കാറില്ല. ആ ഒരു ഒഴിവിലേക്കാണ് വിജയ് തന്റെ പാർട്ടിയുമായി എത്തുന്നത്. നേരത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയ് ഫാൻസ് എന്ന പേരിൽ മത്സരിച്ചവർ വിജയിച്ചിരുന്നു. രജനീകാന്തും കമൽഹാസനും രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചപ്പോഴുണ്ടായതിനേക്കാൾ വലിയ പിന്തുണയും വിജയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഭാവിയിൽ ഉദയനിധി സ്റ്റാലിനും വിജയും തമ്മിലായിരിക്കും സംസ്ഥാനത്തെ രാഷ്ട്രീയ പോരാട്ടം എന്നതും വ്യക്തമാണ്. അതേസമയം ചെറുതെങ്കിലും കുടുംബാധിപത്യ രാഷ്ട്രീയം എന്ന വിമർശനം ഉദയനിധി സ്റ്റാലിന്റെ സ്ഥാനാരോഹണ വാർത്തകൾക്കിടെ പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ നിന്നും ഉയരുന്നുണ്ട്. BJPയും അണ്ണാ DMK-യും പാർട്ടിയിലെ കുടുംബാധിപത്യത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സനാതനധർമ്മം ഉന്മൂലനം ചെയ്യണമെന്ന് ഉദയനിധി പറഞ്ഞിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്ക് കാരണമായെങ്കിലും DMK യുവജന വിഭാഗം സെക്രട്ടറി കൂടിയായ ഉദയനിധി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും കേസുകൾ നിയമപരമായി നേരിടുമെന്ന് പ്രഖ്യാപിക്കുകയുമായിരുന്നു.